എടാ ആകെ പ്രശ്നം ആകെ പെട്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. എടാ എന്താ പ്രശ്നം? കാര്യം പറ. എടാ എന്റെ സർജറിക്ക് 18 ലക്ഷം രൂപയാണ് ബില്ലായത്. അതിൽ 15 ലക്ഷം രൂപ എന്റെ ഇൻഷുറൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ ലിമിറ്റും കഴിഞ്ഞു. ഇനി 2-3 ബില്ല് കൂടി അടക്കാണ്ട്. ഞാൻ എന്തിനിപ്പോ ഇൻഷുറൻസ് എടുത്ത വലിയ കാര്യം ഉണ്ടായത്? എടാ നീ ഇപ്പൊ ഏതെങ്കിലും ഒരു ഏവറേജ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ ഇതൊക്കെയാണ് പ്രശ്നം. നമ്മളൊരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ എന്ത് പ്രശ്നം എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എടാ ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചാൽ മതി എന്നാണ്. കാരണം മിക്കൊന്നും സെയിം അല്ലേ. എടാ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു. പിന്നീട് മനസ്സിലായത് എല്ലാ ഇൻഷുറൻസിനും ലിമിറ്റ് ഉണ്ടെന്ന്. സോ ഞാൻ എന്താ ചെയ്ത് വെച്ചാൽ നിവ ബൂപ്പർ റീഇഷ്യൂ 3.0 സ്വിച്ച് ചെയ്തു. അല്ല ഇതിലിപ്പോ എന്താ ഡിഫറൻസ്? ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് സം ഇൻഷുർഡ് ആയിരിക്കും. ഒരു വർഷത്തിൽ എത്ര ക്ലെയിം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആൻഡ് വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അല്ല എന്ന് വെച്ചാൽ സംഭവം മനസ്സിലായില്ല. ഇപ്പൊ നിന്റെ ബില്ല് 18 ലക്ഷം 80 ലക്ഷം 80 കോടി ആയിക്കോട്ടെ, റീഇഷ്യൂ 3.0 നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിലങ്ങനെ കവർ ക്യാപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഒരു വർഷം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്ലെയിംസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേ 1 മുതൽ 145 പ്രീ അസിസ്റ്റന്റ് ഡിസീസിൽ കവർഡ് ആയിരിക്കും. അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ OPD ബെനിഫിറ്റ്സ് പറയുമ്പോൾ അപ് ടു 1 lakh അല്ലെങ്കിൽ 5x ഓഫ് യുവർ പ്രീമിയം. ഈ സംഭവം ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. എടാ ഇതൊന്നും അങ്ങനെ ആരും കാര്യമായിട്ട് എടുക്കാറില്ല. അവരിങ്ങനെ സിറ്റുവേഷൻ വരുന്നവരെ നിനക്ക് ഡെയിലി സപ്പോർട്ട് തരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ സ്വിച്ച് ചെയ്തോ. പിന്നെ ഇപ്പോഴുള്ള ബില്ലിന് നേരെ ഞാൻ നോക്കിക്കോളാം. അത് നീ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിവ ബൂപ്പർ റീഇഷ്യൂ 3.0 എടുത്തോളൂ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് എന്ന് കമന്റ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് DM ചെയ്ത് തരാം.